പിന്നെ നിങ്ങൾ ഈ റേഷൻ കടയിലെ റേഷനരി വെച്ച് മുട്ടച്ചോറ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നതേ മറ്റേ നമ്മുടെ നേരത്തെ ഒരു അരി കിട്ടുമല്ലോ വെളുത്ത, ആ അരി വെച്ച്. എങ്കിൽ പിന്നെ അതാ റെസിപ്പി പിടിച്ചോന്നേ. അപ്പം ഒരു 1.5 സവോള ഞാൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞു വെച്ചത്. പിന്നെ 3 ബീൻസ് വട്ടത്തിന് അരിഞ്ഞത്, 4 പച്ചമുളക് നീളത്തിന് അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ക്യാരറ്റ് കൊത്തി അരിഞ്ഞത്, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ഒന്ന് വട്ടത്തിന് അരിഞ്ഞു വെച്ചത്, പിന്നെ ഒരു തക്കാളി അരിഞ്ഞു വെച്ചത്, പിന്നെ ഒരു 3 മുട്ടയും ചെറിയൊരു തണ്ട് കറിവേപ്പിലയെ. അപ്പം നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടാവുമ്പോഴത്തേന് നമുക്ക് വട്ടത്തിന് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. അതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പച്ചക്കറികളെല്ലാം ഒരുമിച്ചങ്ങ് തട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചക്കറികളെല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേന് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. ഉപ്പും ഇട്ട് നല്ലതുപോലെ വഴറ്റി വരുമ്പോഴത്തേന് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളായിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി എടുക്കുന്നുണ്ടേ. പിന്നെ മുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തരിക്ക് വേണമെങ്കിൽ കുറയ്ക്കാവേ. നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അവർക്ക് ഒരിത്തിരി എരിവ് കുറച്ച് കഴിക്കുന്നതായിരിക്കും ഇഷ്ടമല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഒരിത്തിരി എരിവ് കുറച്ചെടുക്കാവേ. നമുക്ക് വലിയവർക്ക് കുഴപ്പമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ഒരു തക്കാളി ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കാവേ. അതും ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേന് നമുക്ക് അതൊരു സൈഡിലോട്ട് അങ്ങ് നീക്കി വെക്കാവേ. എന്നിട്ട് നമുക്ക് മുട്ട നമ്മൾ ഒരു പാത്രത്തിൽ 3 എടുത്ത് വെച്ചിരുന്നായിരുന്നല്ലോ, അതൊരു ഫോർക്ക് വെച്ചോ ചെറിയൊരു കരണ്ടി വെച്ചോ നമുക്കൊന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ട് അതായത് സൈഡിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 4 or 5 ഒക്കെ മുട്ട എടുക്കാവേ. എൻ്റെ കയ്യിൽ 3 മുട്ട ഉണ്ടായിരുന്നോളേ. അപ്പോൾ ആ മുട്ടയൊന്ന് ഒഴിച്ചിട്ട് ഉടനെ തന്നെ നിങ്ങൾ കരണ്ടി വെച്ച് ചിക്കരുത്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് പതുക്കെ ചിക്കി ഉടച്ച് നല്ല വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം കേട്ടോ. എന്നിട്ട് അത് ആ സവോളയും തക്കാളിയൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ചങ്ങ് മിക്സ് ചെയ്യാവേ. എന്നിട്ട് ഞാൻ നമ്മുടെ ചോറ് കോരും നമ്മുടെ കൈക്കരണ്ടി ഉണ്ടല്ലോ, അതിന് കറക്റ്റ് 3 കരണ്ടി ചോറായിരുന്നു ഇട്ടത്. അപ്പം ആ ചോറിട്ടിട്ട് കുത്തി ഉടയ്ക്കാതെ പതുക്കെ മിക്സ് ചെയ്തിട്ട് അവസാനം ഒരു അര ടീസ്പൂണോളം നമ്മുടെ ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങളതിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില തന്നെ ഇടണവേ. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു. പിന്നെ പുതിനയില ഉണ്ടായിരുന്നേ, അതൊരു പുതിനയില ഒരു 3-4 തണ്ട് പുതിനയിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിയാണേ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ നമ്മുടെ വലിയ മട്ടയരിയുടെ ചോറുണ്ടല്ലോ, അത് വെച്ച് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ പിള്ളേർക്കൊന്നും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പക്ഷേ ഈ റേഷനരി വെച്ച് ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേന് പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ സംഭവം അടിപൊളിയായിരുന്നേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.